ധന്യ, ഒരു രാജ്യത്ത് നിന്ന് 37,000 പൗരന്മാരെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയാണോ അത്? സ്വാഭാവികമായ സംശയം തോന്നാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ട് അവർക്ക് എന്താ പറയാ പൗരത്വം കൊടുത്തുകൊണ്ട് അവരെയൊക്കെ മമതാ ബാനർജി പിടിച്ചു നിർത്തുന്നത്. 4 വോട്ടിന് വേണ്ടിയൊക്കെ നമ്മുടെ രാജ്യത്തെ സമാധാനം താറുമാറാക്കാൻ ശ്രമിക്കുന്ന ബംഗാളിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരുപാട് അറിയാം. പക്ഷെ ഇത് ബംഗാളല്ല, ഇന്ത്യ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒരു GCC രാജ്യമാണ്. അതായത് കുവൈറ്റ് ആണ് ഇപ്പോ 37,000 പേരെ മൊത്തത്തിൽ 37,000 പേരെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുറത്താക്കി എന്ന് മാത്രമല്ല, ഇവരുടെ പൗരത്വം റദ്ദാക്കി. ഇനി ഇവർക്ക് ബാങ്ക് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പറ്റില്ല, ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പറ്റില്ല, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. പിന്നെ ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം മരവിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളുടെ നിലവിൽ ആയിരക്കണക്കിന് ആളുകളുടെ പിന്നെ പൗരത്വം റദ്ദാക്കിയാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് കുവൈറ്റ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. നമുക്കറിയാം ഈ GCC രാഷ്ട്രങ്ങൾ അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ഒരു രാത്രി കൊണ്ട് അവർ പറയും, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാർ മാത്രം മതി, പുറത്തു നിന്ന് വരുന്നവരാരും വേണ്ട എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ. ഇന്ത്യയിലെ പോലെ അതുപോലെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഇതിലേക്ക് പൊക്കോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊരു അവസ്ഥ, നമ്മുടെ രാജ്യത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ഒരു തീരുമാനമെടുക്കും. ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ പിന്നെ നേപ്പാളിൽ നിന്ന് വരുന്നവരോ ആസാമിൽ നിന്ന് വരുന്നവരൊക്കെ അവരവരുടെ നാട്ടിലേക്ക് പോകണം എന്നൊരു തീരുമാനമെടുത്താൽ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല, മനുഷ്യത്വരഹിതമായ നടപടികളാണ് ഇതെന്നൊക്കെ പറഞ്ഞ് രാവിലെ ആവുമ്പോൾ കുറെ പ്ലഗ് ഗാർഡുകളും പിടിച്ചുകൊണ്ട് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നട റോഡിൽ തെരുവിലിറങ്ങും. ഇവരെവിടെ നിന്ന് വന്നതാണ്, ഇവരെന്ത് കുറ്റകൃത്യം ചെയ്തിട്ട് വന്നവരാണോ, എന്ത് ലക്ഷ്യത്തിനാണ് ഇവർ കേരളത്തിൽ എത്തിയതെന്നാണോ, അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇവർ എന്തിനാണ് വരുന്നതെന്നോ ഒന്നും അറിയില്ല. നമ്മളിവിടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായ സമയത്ത് കണക്കെടുത്തപ്പോൾ 5 ലക്ഷം പാകിസ്ഥാൻ യുവതികളാണ് ഇന്ത്യയിലുള്ളത്. വിവാഹം കഴിച്ചും ഒക്കെ വന്ന രീതിയിൽ 5 ലക്ഷം പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആ കൂടെ ഞെട്ടിപ്പോയി, ഇന്ത്യയിൽ 5 ലക്ഷം പാകിസ്ഥാനികളോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു. പക്ഷെ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, ആ തീരുമാനം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടികൾ നടത്തും. ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്ത വരില്ല. അത് രാഷ്ട്രീയ മുതലെടുപ്പുകളായി എടുത്തുകൊണ്ട് അതിന് വലിയ രീതിയിലുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. പക്ഷേ പിന്നെ കുവൈറ്റ് പോലുള്ള, സൗദി പോലുള്ള, UAE പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ അവർ ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാട് കൃത്യമായി നടപ്പാക്കുക, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒറ്റ രാത്രി കൊണ്ട് 37,000 പേരുടെ പൗരത്വം റദ്ദാക്കിയെങ്കിൽ അത് റദ്ദാക്കിയ തന്നെയാണ്, ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. സൗദിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നോമ്പ് സമയത്ത്, പകൽ സമയത്ത് മറ്റ് ജാതിയിൽപ്പെട്ടവർക്ക് കഴിക്കാനോ ഒന്നും പറ്റില്ല. അതോടൊപ്പം തന്നെ അവിടുന്ന് നേഴ്സുമാരായിട്ട് പോകുന്ന ഇവിടുന്ന് ഹിന്ദുക്കളാണെങ്കിലും പർദ്ദ ധരിക്കണം. ആ നിയമങ്ങളൊക്കെ അവർ നടപ്പാക്കും. ഇവിടെ അത് സമ്മതിക്കില്ല. ഇവിടെ അത്തരത്തിലുള്ള ഒരു നിയമം നടപ്പിലാക്കില്ല. ഇവിടെ കണ്ടവന്റെ ഭൂമി എടുത്ത് വച്ചിട്ട് അത് വഖഫിന്റെ ആണ്, അള്ളാഹുവിന്റെ ആണെന്നും പറഞ്ഞിട്ട് നട റോഡിലിട്ട് ആളുകളെ കരയിപ്പിച്ചിട്ട് പോലും ഇപ്പോഴും പറയുന്നു അത് അള്ളാഹുവിന് കൊടുത്ത ഭൂമിയാണ്. നിങ്ങൾ നട റോഡിൽ കിടന്നാലും നിങ്ങളുടെ മക്കൾ നട റോഡിൽ കിടന്നാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹുവിന് സ്വത്ത് കൊടുക്കണം. അള്ളാഹുവിന് എന്തിനാണ് സ്വത്ത് എന്ന് ചോദിച്ചാൽ അതും ആർക്കും അറിയില്ല. അതാണ് നമ്മുടെ രാജ്യത്ത്. ഇതൊക്കെ വേറെ രാജ്യത്ത് പോയി നടപ്പിലാകില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോ പറയുന്നത് ഇവർക്ക് ഈ പൗരത്വം റദ്ദാക്കിയവർക്ക് അവരുടെയൊക്കെ പൗരത്വം റദ്ദാക്കിയ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ പിന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, അവരുടെ ആനുകൂല്യങ്ങളൊക്കെ മരവിപ്പിച്ചു. ഒരു തരത്തിലുമുള്ള ഒരു ആനുകൂല്യങ്ങളും അവർക്കിനി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ മരവിപ്പിച്ചതിൽ പകുതിയിൽ പേര്, അതായത് 100 പേരെ എടുത്താൽ 75 പേര് സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഈ ഭർത്താവിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കുവൈറ്റിലുള്ള ഒരാൾ വിവാഹം കഴിച്ചു, ഉടൻ തന്നെ പൗരത്വം, പിന്നെ ഭർത്താവ് കുവൈറ്റുകാരനായതുകൊണ്ട് സ്ത്രീയും കല്യാണം കഴിച്ചതല്ല, അപ്പൊ പൗരത്വം കിട്ടും. ഇരട്ട പൗരത്വമുള്ളവരും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒക്കെ പൗരത്വം റദ്ദാക്കി ഇനി രക്തബന്ധമുള്ളവർക്ക് മാത്രമേ കുവൈറ്റിൽ പൗരത്വം നൽകുകയുള്ളൂ എന്ന കർശനമായ തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. മാത്രമല്ല കുവൈറ്റ് അമീർ അദ്ദേഹമാണ് ഈ 2024 ശേഷം വിവാഹം കഴിച്ച് പൗരത്വം എടുത്ത ആളുകളുടെ പൗരത്വം സർക്കാർ റദ്ദാക്കുകയാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ഈ കുവൈറ്റിൽ തന്നെ ഉള്ള പുരുഷന്മാരെ വിവാഹം കഴിച്ച് പൗരത്വം നേടുന്നവരെ ഇനി അങ്ങനെ വേണ്ട എന്നുള്ള, കാരണം കല്യാണം കഴിച്ച് പൗരത്വം നേടിയിട്ട് പിന്നെ അത് കഴിയുമ്പോൾ
ഇട്ടിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരും എന്നാലും കുവൈറ്റിൽ തന്നെ കാണും. അപ്പൊ അങ്ങനെയുള്ളവരുടെ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ജോർദാനിൽ നിന്ന് വന്ന ലാമ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ക്രെഡിറ്റ് കാർഡ് രാവിലെ പിന്നെ ഹോട്ടലിൽ പോയപ്പോൾ അയാൾ ഫുഡ് കഴിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് അവിടെ കൊടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നീട് അത് അന്വേഷിച്ചപ്പോഴാണ് അയാളുടെ പൗരത്വം റദ്ദാക്കി അയാളുടെ ക്രെഡിറ്റ് കാർഡും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ഇല്ലാതാക്കി. അതായത് ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, വ്യവസായ മേഖല, ഇവിടെ ഒന്നും ഇനി ഇവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല, ഇവർക്ക് ഇനി ഒരു തരത്തിലുള്ള ഇടപാടുകൾ നടത്താൻ കഴിയില്ല എന്ന കർശനമായ തീരുമാനമാണ് കുവൈറ്റ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 1961 ബ്രിട്ടീഷ് സംരക്ഷണത്തിൽ നിന്ന് ഇവർ ഈ പൗരത്വം റദ്ദാക്കുന്ന നടപടി അന്ന് മുതൽ തുടങ്ങിയതാണ്. 92 മുതൽ 2020 വരെ 38,000 പേരെയാണ് ഇവർ പൗരത്വം ഇല്ലാതാക്കിയത്. 38,000 പേരുടെ പൗരത്വമാണ് ഇല്ലാതാക്കിയത്. ഓഗസ്റ്റ് മുതൽ പിന്നെ 26,000 പേരാണ് പൗരത്വം നഷ്ടപ്പെട്ടത്. അതിൽ ഓഗസ്റ്റ് മുതൽ പൗരത്വം നഷ്ടപ്പെട്ടതിൽ 26,000 പേര് സ്ത്രീകളെന്നാണ് പറയുന്നത്. ഈ മൊത്തത്തിൽ അതായത് 37,000 ആളുകൾ എടുത്താൽ 5 ദശലക്ഷം ആളുകളാണ് കുവൈറ്റിലുള്ളത്. അതിൽ 2% മാത്രമാണ് കുവൈറ്റിലുള്ളവർ. ബാക്കി പുറത്തുനിന്ന് വന്നവരാണ്. അവരുടെയൊക്കെ പൗരത്വം റദ്ദാക്കുന്നു എന്നാണ് പറയുന്നത്. ഇരട്ട പൗരത്വം ഉള്ളവരുടെയൊക്കെ ഇനി യോഗ്യരല്ല, അവരുടെയും പൗരത്വം റദ്ദാക്കും. നവാൽ, ദാവൂദ് തുടങ്ങിയ പാട്ടുകാരുടെയൊക്കെ പൗരത്വം റദ്ദാക്കിയ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വം എന്നൊക്കെ പറയുന്നത് അവർ വലിയ എന്താ പറയുക, ഈ പ്രത്യേകിച്ച് GCC മുസ്ലിം രാഷ്ട്രങ്ങൾ GCC കൺട്രീസിലൊക്കെ പോകുമ്പോൾ ആളുകൾ പറയും അവിടെയൊന്നും ജോലി സ്ഥിരമല്ല, നമ്മൾ താമസിക്കുന്നത് സ്ഥിരമല്ല. കാരണം ഏത് നിമിഷം വേണമെങ്കിലും അവിടുത്തെ സർക്കാർ, കാരണം അവിടെ രാജഭരണം പോലെയാണ്. അപ്പോ പറയുന്നത് കേട്ടില്ലെങ്കിൽ തലവെട്ടല്, അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അതെ, അവിടെ പിന്നെ വാഹനം ഓടിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആജീവനാന്തം ജയിലിൽ കിടക്കാൻ വധശിക്ഷ നടപ്പിലാക്കും. അങ്ങനെ നിയമങ്ങൾ കർശനമാക്കിയ നാടുകളാണ് കുവൈറ്റ്, സൗദി പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. UAE ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ എപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാർ മാത്രം മതി, ഇനി രക്തബന്ധത്തിൽ വരുന്ന ആളുകൾ മാത്രം മതി, മറ്റുള്ളവരൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാടും തീരുമാനവും സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർന്നു ആളുകളുടെ അവസ്ഥ. യൂറോപ്യൻ കൺട്രി പോലെ അല്ല GCC കൺട്രീസ് ഒക്കെ എന്ന് പറയുന്നത്. അവർ അവരുടെ നിലപാടുകൾ എപ്പോഴും കൃത്യമായി വ്യക്തമാക്കുക. അതിൽ ആരെയും ഇടപെടാൻ അവർ അനുവദിക്കില്ല. ഇപ്പൊ നമ്മളാരും ഒരു കുവൈറ്റിലോ സൗദിയിലോ പിന്നെ എന്താ പറയുക UAE ഒന്നും നമ്മളാരും ഒരു പ്രതിഷേധമോ സർക്കാരിനെതിരെ ഒരു ജാഥയോ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷങ്ങളും ഭരണപക്ഷവും തമ്മിൽ ഒരു വാക്ക് തർക്കമോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അവിടെ അങ്ങനെ ഇല്ല. അവരുടെ രാജഭരണമാണ്. അവിടെ അവർ പറയും, ആ ഭരണഘടന വാർത്തകൾ പോലും വരില്ല. ഇല്ല, അവർക്കെതിരെ ഒരു വാർത്ത വരില്ല. പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രമേ വരൂ. ഇപ്പൊ സൗദിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അവരുടെ നിയമം തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല എന്നുള്ളത് ഇതിലൂടെ ഏകദേശം 37,000 പേരുടെയൊക്കെ പൗരത്വം ഒറ്റ രാത്രി കൊണ്ട് റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രശ്നവും ഒരു പ്രതിഷേധവും അവിടെ നടക്കുന്നില്ലെങ്കിൽ ആ രാജ്യത്തെയൊക്കെ ഭരണ സംവിധാനം എങ്ങനെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏവനെങ്കിലും ഒരുത്താൻ വാ തുറന്നാൽ അവന്റെ തല കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഇന്ത്യയിലാണെങ്കിലോ ഇതാണ് അവസ്ഥ.